CID-കളായി റഷ്യയും ജിൻഡോയും PR ബോട്ടുകൾ. അതെ, ഇത് തന്നെയാണ് ഇന്നത്തെ ദിവസത്തെ ഹൈലൈറ്റ്. PR ബോട്ടുകൾ ആരൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പറയണോ ആരൊക്കെയാണെന്ന്? ഇത് അവർ സ്വന്തമായിട്ട് തന്നെ ഡീഗ്രേഡ് ചെയ്തിട്ട് ഡീഗ്രേഡ് ചെയ്യിപ്പിച്ചു എന്നുള്ള ഒരു വാർത്ത പ്രചരിപ്പിച്ച് വോട്ട് പിടിക്കുന്നതാണോ അതോ വേറെ ആരെങ്കിലും ഡീഗ്രേഡ് ചെയ്യുന്നതാണോ? പറയാം. ലൈവിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? അഭിഷേകിനെ കൊന്നിരിക്കുകയാണ് അർജുനും ജാസ്മിനും ചേർന്ന്. CID-കളായിട്ട് വന്ന അന്വേഷണത്തിലാണ് ജിൻഡോയും ഈ പറയുന്ന റഷ്യയും. കുറച്ചധികം എൻ്റർടൈനിങ് ആണ് കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഇത് പണ്ട് വേണമായിരുന്നു. ഈ റീ എൻട്രി വന്ന ആ കണ്ടസ്റ്റൻസ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഒരു അവിയൽ പരുവത്തിയിരിക്കുകയാണ്. ലൈവ് അപ്ഡേറ്റ്സ് പറയാം, PR-ൻ്റെ കാര്യങ്ങളും പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ആദ്യം ഞാൻ ലൈവിൽ നടക്കുന്ന സംഭവം പറയാം. ലൈവിൽ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞിട്ട് പോയതിനു ശേഷമാണ് റസ്മിനെ കൺഫഷൻ റൂമിൽ ബിഗ് ബോസ് വിളിക്കുന്നുണ്ട്. പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയാൻ പാടില്ല റസ്മിനെ. ഇവിടെ ഊർജ്ജമാണ് വേണ്ടത് മത്സരാർത്ഥിക്ക് ലാസ്റ്റ് വീക്കിൽ. അപ്പം നിങ്ങൾ വന്നിട്ട് അത് പറഞ്ഞു കൊടുക്കരുത്. റസ്മിന് വന്നിട്ട് ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ പുറത്തിറങ്ങുമ്പോൾ 10 പേരുണ്ടെങ്കിൽ 8 പേര് കൈയടിക്കുമടി എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പം നീ ഇവിടെ ചെയ്യുന്നതെന്നും ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെയല്ല, പക്ഷെ അത് മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കി. അപ്പോൾ ബിഗ് ബോസ് വിളിച്ചിട്ട് ഇതൊന്നും ഇവിടെ പറ്റത്തില്ല എന്നുള്ള ലെവലിൽ ബാൻ ചെയ്ത് വിട്ടു. അതിനുശേഷമാണ് റസ്മിൻ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ് ചെയ്യുന്നത്. നേരെ റസ്മിനെ ആര് കൊന്നു എന്നുള്ള ഒരു ചോദ്യം അങ്ങനെ തന്നെ നിൽക്കുവാണ്. പക്ഷെ ആരും ഏക്കൂല. അപ്പം അതുകൂടി റസ്മിനെയും കൂടെ കൊന്നു കഴിയുമ്പോഴാണ് കുറച്ച് കഴിഞ്ഞിട്ട് CID രാംദാസ് വന്നിട്ട് പറയുന്നു, ഇവിടെ ഒരു കൊലപാതകം ഞാൻ അങ്ങോട്ട് മാറുന്നപ്പോൾ 1-2 നടന്നിരിക്കുകയാണ്, അത് ആരാണെന്ന് വ്യക്തമായിട്ട് കണ്ടുപിടിക്കും, CID-കളെ ഏർപ്പാടാക്കാൻ പോവുകയാണ്, 2 CID ഉണ്ടെന്ന് പറയുന്നു. ബിഗ് ബോസ് അനൗൺസ് ചെയ്യേണ്ട റഷ്യയും ജിൻഡോയും ആണ് CID. ആക്ടിവിറ്റി ഏരിയയിൽ അവർക്ക് അന്വേഷണം നടത്താനുള്ള രീതിയിലുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്ക് അന്വേഷണം നടത്താം. മരിച്ചവരെ അവരോട് അന്വേഷണം നടത്താൻ പാടില്ല. ശ്രീരേഖയോടും റസ്മിനോടും അന്വേഷണം നടത്താൻ പാടില്ല. ബാക്കിയുള്ളവരോട് അന്വേഷണം നടത്താം. അങ്ങനെ നടത്താൻ ഇത് നമ്മുടെ ഹോട്ടൽ ടാസ്ക്കാണ്. സെയിം നമ്മുടെ സീസൺ 2-ലും 3-ലും നടന്നിട്ടുള്ള ഹോട്ടൽ ടാസ്കിൽ ഇതുപോലെയാണ്. ഇപ്പം ഇവരിതിനെ ഹോട്ടലാക്കി മാറ്റി. അപ്പോഴാണ് ഇപ്പം ജാസ്മിൻ്റെ കയ്യിലാണല്ലോ ഫോൺ ഇരിക്കുന്നത്. അപ്പം അടുത്ത അനൗൺസ്മെൻറ്റ് ജാസ്മിനാണ് കൊടുക്കുന്ന ബിഗ് ബോസ്. അഭിഷേകിനെ കൊല്ലണം. അതായത് അർജുൻ്റെ കയ്യിൽ നിന്നും നിലത്തേക്ക് ഒരു സ്പൂൺ ഇട്ടിട്ട് ആ സ്പൂൺ അഭിഷേകിനെ കൊണ്ട് എടുപ്പിക്കണം. അപ്പോൾ അഭിഷേക് മരിക്കും. അപ്പോൾ അർജുൻ്റെ അടുത്ത് ഇത് പാസ് ചെയ്യുന്നു. അർജുൻ എന്താ സ്കേഡ് ഐസ്ക്രീം ഒക്കെ കൊടുത്ത് എല്ലാവർക്കും കൊടുത്തുകൊണ്ട് നീൻ്റെ ഇടയിൽ കൂടെ തന്ത്രപൂർവ്വമായിട്ട് കാര്യം നടപ്പിലാക്കുകയാണ്. ഈ സമയം കൊണ്ട് പൂജയെ സംശയമൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് പൂജയെ ആക്ടിവിറ്റി റൂമിലേക്ക് കൊണ്ടുപോവാണ് ഋഷിയും ജിൻഡോയും കൂടി. അപ്പോൾ പൂജയുടെ അടുത്ത് ഈ പറയുന്ന പോലെ നിങ്ങളവിടെ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു, എങ്ങനെയാണ് അതാണത് ഈ പറഞ്ഞ അനാവശ്യ ടോക്കുകളാണ്. പക്ഷേ കണ്ടിരിക്കാൻ രസമുണ്ട്. കാരണം ഒരാളെ വിളിച്ച് പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് സംഭവം അറിയാമെന്നുള്ളതുകൊണ്ടാണ് രസമില്ലാത്തത്. നമുക്കും ആരാണ് കൊന്നതെന്ന് അറിഞ്ഞുകൂടെ, അല്ലെങ്കിൽ ആ ഒരു പാർട്ട് നമ്മുടെ ലൈവിൽ കട്ട് ചെയ്തിരുന്നെങ്കിൽ എന്ത് ചെയ്യുമ്പോഴാണ് ഈ ആൾ മരിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത ലെവലിൽ ലൈവിൽ കട്ട് ചെയ്തിരുന്നെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നമുക്കും അറിയാൻ പറ്റില്ല എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള ഒരു ലെവലിൽ. അപ്പോൾ അതാണ് അവിടെ നടക്കുന്നത്. പൂജയെ തിരിച്ചു കൊണ്ടുവരുന്നു. പൂജയെ തിരിച്ചു കൊണ്ടുവന്നിട്ട് പൂജ വന്ന് നേരെ അഭിഷേകിൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴാണ് ബിഗ് ബോസ് വീണ്ടും അനൗൺസ് ചെയ്യുന്നത് എന്ത്, അഭിഷേക് മരിച്ചു. അപ്പോൾ അഭിഷേകിനെ നേരെ കൊണ്ടുപോയി ശവക്കല്ലറെ കിടത്തുവാണ്. അപ്പോൾ വീണ്ടും പൂജയെ സംശയിക്കുകയാണ് ഈ പറയുന്ന പോലെ ജിൻഡോയും റഷ്യയും കൂടി. അപ്പോൾ യമുന റാണി പൂജയുടെ അമ്മയായിട്ട് നിന്നിട്ട് എൻ്റെ മോക്ക് ആ ബന്ധമുണ്ടായിരുന്നു ഈ ബന്ധം, അങ്ങനെ കുറേ ചളികളും കോമഡികളും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ലൈവിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഇനി PR ബോട്ടുകൾ. ഞാനൊരു കാര്യം പറയാം. ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്നും ആരാണ് ഇളക്കി വിടുന്നതെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ നിമിഷത്തിൽ ഞാൻ വന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറയണ്ട, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ് പുതിയതായിട്ടുള്ള ഡീഗ്രേഡ് ഒന്നും മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും പറയുന്നുണ്ട് എവിടെ നിന്നാണ് ഈ പറയുന്ന പോലെ PR ബോട്ടിലും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന്. പക്ഷേ നമ്മൾ 2-3 കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, PR ബോട്ടുകൾ വരുമ്പോഴത്തേക്കും അതിപ്പം PR ബോട്ടുകൾ ഇറക്കി കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡീഗ്രേഡിങ് നടത്തുമ്പോൾ ഡീഗ്രേഡിങ് പല ലെവലിൽ നടത്താം. നമ്മളൊരു നോർമൽ വ്യൂവറായിട്ട് ഇന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ വീഡിയോ, അപ്പോൾ ഞാനൊരു കണ്ടസ്റ്റൻ്റ് ആണെങ്കിൽ എൻ്റെ വീഡിയോയുടെ ഫോട്ടോയുടെ താഴെ എനിക്ക് മൊത്തം എന്താ പറയുക സപ്പോർട്ടിങ് ഫാക്ടർ വരികയാണെങ്കിൽ അത് എനിക്ക് ഈ പറയുന്ന പോലെ ഒരു 50,000 ലൈക്ക് എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചോ. എനിക്ക് ഇന്നലെ വരെ 500 ലൈക്ക് ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം 50,000 ലൈക്കായി. 50,000 ലൈക്കാകുമ്പോൾ പുറത്ത് അപ്പോൾ ഇത് മൊത്തം ബോട്ട് ലൈക്കാണ് വന്നിരിക്കുന്നത്, ഫേക്ക് ലൈക്കുകളാണ്. അപ്പോൾ ഇത് പുറമേ നിന്ന് കാണുന്ന ഒരാൾ നോക്ക് അൻസിഫ് PR ഇറക്കി കളിച്ചു, അങ്ങനെ ഒരു നോർമൽ വ്യൂവിൽ നിന്ന് ചിന്തിക്കുള്ളൂ. മറ്റൊരു വേയിൽ ചിന്തിക്കാം. കാരണം ഈ കണ്ടസ്റ്റൻറ്റിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ, ഓപ്പോസിറ്റ് നിൽക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ ആർമി ഫാൻ പേജസ് അവരുടെ PR
മനഃപൂർവ്വം എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് PR വോട്ട്സുകൾ തന്നതായിക്കൂടെ? അവർ 2 വേയുണ്ട്. ഇതിനകത്ത് 2 ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്കറിയത്തില്ല. വോട്ടിങ്ങിൻ്റെ കാര്യം ഞാൻ ചെറിയ ലെവലിൽ അറിയുന്നുണ്ട്, പക്ഷേ ഇപ്പം ഞാനത് പറയുന്നില്ല. കാരണം ഞാൻ വന്നത് പറഞ്ഞിട്ട് അതിനകത്തൊരു മാറ്റം വരാനൊന്നും പോകുന്നൊന്നുമില്ല. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പോലെയൊക്കെ തന്നെയാണ് പോകുന്നത്. പ്രതീക്ഷയിലും മുകളിലാണ് കാര്യങ്ങളുടെ പോക്ക്. വിജയുടെ കാര്യത്തിൽ ഏതാണ്ട് ഗോവിന്ദ വിജയുടെ കാര്യം. കാരണം PR ഭയങ്കര സ്ട്രോങ് ആണ്. ഭയങ്കര സ്ട്രോങ് ആണ്. വീണ്ടും ഈ ടോപ്പിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. എന്നാലും വീണ്ടും പറയുന്നത്, വീഡിയോ ഇടുന്നു, ഒരാളുടെ പേര് പോലും ഈ വീഡിയോയിൽ പോലും ഞാൻ PR ആരാണെന്ന് എന്താണെന്ന് പറയുന്നില്ലെങ്കിലും നമ്മളെയല്ലേ നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ടാണ്. അവരൊക്കെ അറിയാം, നല്ലതുപോലെ അവർക്കറിയാം അവരെയാണ് പറയുന്നത് എന്നുള്ള ആ ഒരു ലെവലിൽ അവർക്കറിയാം. അപ്പം ചെയ്യുന്നവർക്കല്ലേ അങ്ങനെ പറയേണ്ട കാര്യമുള്ളൂ. അപ്പം ഭയങ്കരമായിട്ടുള്ള അറ്റാക്കുകളും കമൻറ്റ് ബോക്സിലെ തെറിവിളികളും ഒക്കെ സഹിക്കാം. ഇതെല്ലാം മുന്നോട്ട്. ഇതിന് മുമ്പേ ആയിരുന്നെങ്കിലും, ഈ വരുന്ന ഒരാഴ്ച മുമ്പായിരുന്നെങ്കിലും ഒരു വാല്യൂ ഉണ്ടാകുന്നതിന്. ഇത് ഫിനാലയ്ക്ക് 4 ദിവസം മുമ്പാണ് ഈ പണികളെല്ലാം നടക്കുന്നത്. ഞായറാഴ്ച രാവിലെ 10 മണി വരെ വോട്ടിംഗ് ഉണ്ട്. ആ വോട്ടിംഗ് വരെ എന്തും സംഭവിക്കാം, മറിമായം സംഭവിക്കാം. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് ബിഗ് ബോസ് ആണ്. ഹിന്ദിയിലൊക്കെ ഇതിൻ്റെ ഒരു 100 ഇരട്ടി നടക്കുന്നതാണ്. പക്ഷേ അതൊക്കെ നമുക്ക് കണ്ട് നമുക്ക് ശീലമായി. മലയാളത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്ര PR ഉണ്ടെന്ന് മലയാളിയൊക്കെ മനസ്സിലാവുന്ന സീസൺ. ബോട്ട് വോട്ടിങ്ങും ബോട്ട് ലൈക്സും ഉണ്ടെന്ന് മനസ്സിലാവുന്ന സീസൺ ഈ സീസൺ ആയിരിക്കും. പക്ഷേ എനിക്കൊന്ന് പറയാനുള്ളത്, ഈ ബോട്ട് ലൈക്ക് ചെയ്യുന്നവരുടെ വിചാരം ഈ വോട്ട് ചെയ്യുന്നവരുടെ വിചാരം നിങ്ങളുടെ വോട്ടൊക്കെ അവിടെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ്. ഒരു കാരണവശാലും ബോട്ട് ലൈക്ക് എടുക്കത്തില്ല. ഈ വോട്ടുകൾ എടുക്കത്തില്ല. ബോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എൻ്റെ അടുത്ത് കുറച്ച് പേര് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക എന്താ ബോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഫേക്കായിട്ട് ഈ പറയുന്ന പോലെ ആപ്ലിക്കേഷൻ ഹാക്ക് ചെയ്ത് ചെയ്യും പോലെ ഫേക്കായിട്ടുള്ള സാധനങ്ങൾ കയറ്റി ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊരു 50,000 ഫോളോവേഴ്സ് വേണമെങ്കിൽ ഞാൻ പൈസ കൊടുത്ത് ഒരു 10 മിനിറ്റിനകത്ത് എനിക്ക് 50,000, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ 50 രൂപ തരൂ, ഇങ്ങനെ ചെയ്തു തരാം. യൂട്യൂബിൽ നിങ്ങൾ ഇത്ര രൂപ തരൂ, നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്. അപ്പോൾ അതാണ് ബോട്ട്. അതുപോലെ ലൈക്കുകൾ കയറ്റി കൊടുക്കുന്ന ബോട്ടുകളുണ്ട്, പോസ്റ്റുകൾക്ക് ലൈക്കുകൾ കയറ്റി കൊടുക്കുന്ന ബോട്ടുകൾ. അപ്പോൾ അതുപോലെ വോട്ട് ചെയ്യാം ഹോട്ട്സ്റ്റാറിൽ. അതുപോലെ ബോട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ മിഷനും കാര്യങ്ങളും അത് വേർതിരിച്ചെടുക്കുന്നതും ഒക്കെ ഉണ്ട്. ഒരൊറ്റ അക്കൗണ്ടിൽ നിന്ന് ഒരൊറ്റ വോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ പഴയതുപോലെ ഒരു ഞഞ്ഞാ കളി അവരുടെ അടുത്ത് നടക്കൂല. കഴിഞ്ഞ വർഷവും ഇതവർ പിടിച്ചതാണ്. ഇപ്പം കഴിഞ്ഞ തമിഴ് സീസണിൽ ഭയങ്കര ബോട്ടും PR നടന്നിട്ട് പോലും അവർ പിടിച്ചതാണ്. അതുകൊണ്ട് അവരെടുത്ത് വോട്ടിംഗ് സിസ്റ്റത്തിൻ്റെ അടുത്തും ഏജൻസിയുടെ അടുത്തും ഒരു പരിപാടി നടക്കത്തില്ല. വോട്ടിങ്ങുകൾ പിടിക്കും. ഫേക്ക് ആണെങ്കിൽ അത് ഉള്ളതും കൂടി ഇല്ലാതാക്കാനുള്ള വെന ചെയ്ത് വെക്കരുത് ആരും. അവരവരുടെ കാര്യങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്, ഓരോ ആർമി ആയാലും PR ആയാലും ഫാൻ പേജ് ആയാലും ഓൾ ഓഫ് ദം ആർ ഗുഡ്, സൂപ്പറാണ്. പക്ഷേ അത് അവരവരുടെ വേയിൽ. നിങ്ങൾക്ക് ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ അതിപ്പോൾ ആരായാലും അവരെ നിങ്ങൾ 10 ഡയലോഗ് പറഞ്ഞ് പൊക്കി അടിച്ചോളൂ. മറ്റുള്ളവരെ താഴ്ത്താതെ ഇകഴ്ത്താതെ. നിങ്ങൾ ഒന്നാമത്തെ കാര്യം ടോപ്പ് 6 ഇപ്പോൾ വന്ന് നിൽക്കുന്നത് എവിടെ നിന്നൊക്കെയോ നമ്മുടെ മലയാളം ബിഗ് ബോസ് വാരിപ്പറക്കി കൂട്ടിയതാണല്ലേ. നമ്മൾ സീസൺ തുടങ്ങി ഒരു 20-30 ദിവസമായപ്പോൾ വിചാരിച്ച, അല്ലെങ്കിൽ 50 ദിവസമായപ്പോൾ, അല്ലെങ്കിൽ 60 ദിവസമായിരുന്നപ്പോൾ വിചാരിച്ച ഒരു ടോപ്പ് 6 ആണ് നമുക്ക് കിട്ടിയത്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നാൽ 2 പേരേ ആകെ ഉള്ളൂ ടോപ്പ് 6ൽ. ഒന്ന് ജിൻഡോയും ഒന്ന് ജാസ്മിൻ. ഇവർ 2 പേരെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് അവർക്ക് വരും എന്നുള്ളത്. അവർ വന്നു എന്തോ ഭാഗ്യത്തിന്. ടോപ്പ് 5 പക്ഷേ ബാക്കിയുള്ളവരൊന്നും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ആളുകളാണ്. അഭിഷേകും പിന്നെ അർജുനും ശ്രീതുവും ഋഷിയൊന്നും ഞാൻ എക്സ്പെക്റ്റേ ചെയ്യാത്ത ആൾക്കാരാണ്. പക്ഷെ അവരും വന്നിട്ടുണ്ട്. നോക്കാം, അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, ലൈവ് വിശേഷങ്ങളായിട്ട് വരാം. ഇനി ഒരു എൻട്രി ഉണ്ട്, അപ്സര കുറച്ച് നേരം കഴിയുമ്പോൾ എൻട്രി ചെയ്യും. അതിൻ്റെ ലൈവ് അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.